ഇപ്പം ഇപ്പത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സിനിമകൾ മാറി വരുന്ന സമയമാണ്. ഇപ്പം തിയേറ്ററിൽ എത്തുന്ന സിനിമകൾ കാണുന്നത് മാറുന്നുണ്ട്. ഇപ്പൊ ടോപ്പിക് ആണെങ്കിലും ആളുകൾ എടുക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ മാറുന്നുണ്ട്. ഇപ്പൊ കാതൽ വന്നതിന് ശേഷവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മീൻസ് അതിനെപ്പറ്റി നല്ല ചർച്ചകൾ വന്നു. വേൾഡ് മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു കാതൽ എന്ന സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ ഈ സിനിമകളുടെ മാറ്റത്തിനെ എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? ഇപ്പം കുഞ്ഞു കഥകളാണ് ഇപ്പൊ കൂടുതൽ സിനിമയിൽ വരുന്നത്. കാണുന്ന രീതികളൊക്കെ മാറുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ ഈ പലതും എക്സ്പെരിമെന്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നവർക്കും അറിയാം അതൊരു എക്സ്പെരിമെന്റ് ആണെന്ന് അറിയാം, കാണുന്നവർക്കും മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് ഇപ്പൊ കാതൽ പോലുള്ള സിനിമകൾ ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യവും ഇതുണ്ടല്ലോ, അത് മമ്മൂക്കേനോട് പോലുള്ള ആളത് ഏറ്റെടുക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് കാണാനുള്ള ഒരു കൗതുകം, ഇങ്ങനത്തെ ഒരു വിഷയം നമ്മളെ ഇന്ത്യയിൽ മാത്രമല്ല മൊത്തം ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിന് ശേഷമാണ് നമ്മളെ ചിന്താഗതികളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയും ചെയ്യാമല്ലോ, അപ്പോൾ അടുത്ത ആളുകൾക്ക് തോന്നും വേറെ രീതിയിൽ എക്സ്പെരിമെൻ്റ് നടത്താം. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് നടത്തുന്ന നമ്മൾ ആ സമയങ്ങളിൽ നമുക്ക് കാണുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ആദ്യമേ പറയാൻ പറ്റുന്നില്ലല്ലോ. കണ്ടു കഴിഞ്ഞ് ഇപ്പോഴുള്ള പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില ആളുകളെ സിനിമ, ഇപ്പൊ മോഹൻലാൽ എന്നുള്ള നടന്റെ ഒരു സിനിമ വരുമ്പം ലാലേട്ടൻ എപ്പോഴും ആളുകൾക്ക് അടിയുണ്ടാക്കി മീശ പിരിച്ച് മുണ്ടുടുത്ത് കാണുന്ന ലാലേട്ടനെയാണ് അധിക പ്രേക്ഷകനും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ വേറൊരു രീതിയിൽ തന്നെ ഇത് ചെയ്യുമ്പം ചിലപ്പോൾ ആളുകൾ അത് പല ആളുകളുടെ സിനിമയ്ക്കും അങ്ങനെ വരുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെ ഇപ്പൊ നമ്മള് പ്രേക്ഷകനൊരു സിനിമേനെ മനസ്സിലുണ്ടാക്കുക ആദ്യം ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഒരു സിനിമ ഒരു ലുക്കോ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകൻ ഉണ്ടാക്കുന്ന സിനിമ അത് കിട്ടാതിരിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരു രീതി ഇപ്പൊ വരുന്നില്ലേ ഒരു ഇൻഡസ്ട്രിയില്? അതിനോട് എന്താ തോന്നുന്നത്? അത് എനിക്ക് ആ രീതിയോട് എനിക്ക് വലിയൊരു തോന്നിയിട്ടൊന്നുമില്ല. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ശരിയല്ല, അത് ഓരോരോ എക്സ്പെരിമെന്റ് പുതിയ പുതിയ രീതിയിൽ വരികയല്ലേ ആളുകള്. വന്നോട്ടെ, അത് കാണുന്നവർ ഇപ്പം പറഞ്ഞത് കൊണ്ട് അയാളുടെ കാഴ്ചയിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം വാലിബൻ പറഞ്ഞ സിനിമയായാലും ഫസ്റ്റ് വന്ന റിവ്യൂ ഒക്കെ ഒരുപാട് മോശം കണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ എൻ്റെ മനസ്സിൽ പോകുന്ന സമയത്തും ഈ റിവ്യൂസൊക്കെ ഉണ്ട്, എന്നാൽ പോലും എനിക്ക് ആ സിനിമ ഇഷ്ടമായി. പക്ഷെ ഇത് എല്ലാവരോട് പറയുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമായി എന്നൊന്നും പറയുന്നില്ല. ഞാൻ പക്ഷേ ആ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രെജുഡിസ്ഡ് ആയിട്ട് നമ്മൾ പോയിട്ട് കാണണ്ട. മോഹൻലാൽ എന്ന് പറയുന്ന നടന ഇങ്ങനെ ആയിരിക്കും കാണിക്കുക, ആ ഒരു സാധനത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ സിനിമ കണ്ടാൽ മതി. ഇപ്പൊ നമ്മള് അത് വേറൊരു എക്സ്പെരിമെന്റ് ആണെന്ന് പറയാം, ചുരുളി വേറൊരു സ്റ്റൈലാണെന്ന് പറയാം, ആമേൻ. അതുപോലെ തന്നെ ഓരോ സിനിമയ്ക്കും അദ്ദേഹം ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും എക്സ്പെരിമെൻ്റ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ സിനിമ അയാൾ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അത് ചിലപ്പം വിജയിക്കാതിരിക്കാം. പക്ഷെ അയാളെ സ്റ്റൈലിലാണ് സിനിമ ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, അത് എൻ്റെ കാഴ്ചയാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് തിയേറ്ററുകളായാലും സിനിമയായാലും അത് വിജയിക്കാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. അത് 2-3 ദിവസം ഉണ്ടായിരുന്ന റിവ്യൂസ് കഴിഞ്ഞപ്പോ പിന്നെ ആളുകൾ കൂടുതൽ കാണാൻ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു. അതിൽ ഓരോ സീനിലും അമേച്ചർ, അതായത് ഒരു നാടകം അതെപ്പോഴും ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകളിൽ ഒരു നാടകത്തിന്റെ ടച്ച് എപ്പോഴും കറക്റ്റായിട്ടുണ്ട്. അത് ഡയലോഗ് ഡെലിവറി അങ്ങനെയായിരുന്നു, ഡയലോഗ് പ്രസന്റേഷൻ അങ്ങനെയായിരുന്നു. അത് നമുക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് അതിൻ്റെ ഒരു അമേച്ചറിസം, നാടകത്തിൻ്റെ അത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. കഥകൾ വായിക്കുന്ന പോലെ, മറച്ച് വായിക്കുന്ന കഥകൾ വായിക്കുന്ന പോലെ. അത് നമ്മൾ മറ്റുള്ള സിനിമകളിൽ കാണാത്ത ഒരുപാട് വിഷ്വൽസ് തന്നെയുണ്ട്. സീനുകളൊക്കെ നമ്മൾ ആ സിനിമയിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ചേട്ടൻ ഈ സിനിമ ഇതിനു മുന്നേ ഇപ്പം പറഞ്ഞ അറിയപ്പെട്ട സിനിമകളിൽ നിന്നല്ലാണ്ട് ചേട്ടൻ മുന്നേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിൽ വന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, ആ ഒരു തോട്ട് വന്നത് എപ്പോഴായിരുന്നു? അത് ഈ നാടകം പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ടൗൺ ഹാളിലൊക്കെ പോകുമല്ലോ, നാടകങ്ങൾ സ്ഥിരമായിട്ട് ടൗൺ ഹാളിൽ നാടകങ്ങൾ കാണാനുണ്ടാവും. പല സ്ഥലങ്ങളുണ്ടാവും കോഴിക്കോട്. ഞാൻ കേരളത്തിൽ അധിക സ്ഥലങ്ങളിൽ നാടകങ്ങൾ കാണാൻ പോകും, അമേച്ചർ നാടകങ്ങൾ. അപ്പോൾ ചിലപ്പോൾ തലശ്ശേരി പോവും, തിരുവനന്തപുരം പോവും, അങ്ങനെയൊക്കെ പോവും. ഈ സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് ചില നാടക നടന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ആളുകളൊക്കെ വേദിയിൽ നിന്ന് അവർ ഉദ്ഘാടനമായിരിക്കും, അവർ നമ്മളായിട്ട് നേരിട്ട് സംവേദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ലൈഫായിട്ട് എന്തെങ്കിലും ചെറിയ കണക്ഷൻ എവിടെയെങ്കിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്കും ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ തന്നെ പറയില്ല, അതൊന്നും ആകാൻ പറ്റില്ല, അതൊരു വലിയ ആളുകളല്ലേ. അപ്പോൾ അതങ്ങനെ പോട്ടെ, നമുക്കിങ്ങനെ പോകാം, നാടകം കളിച്ച് പോകാം. പിന്നെ കുറച്ച് സമയം എത്തുന്ന സമയത്താണ് നമ്മൾ ഈ നാടകം കളിക്കുന്ന സമയത്തൊക്കെ നമ്മളെ നാടകങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് സംവിധായകരായിട്ട് നടന്മാരായിട്ട് ഇരുന്ന് കാണുന്നുണ്ടാവും. അത് നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ നാടകം കഴിഞ്ഞ് അവർ ഇതേമാതിരി നമ്മളെ പിന്നിലേക്ക് നിന്നിട്ട് നമ്മളെ വിഷ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ വലിയ വലിയ സംവിധായകരൊക്കെ നമ്മൾ കാണുന്നത് ബാക്കിൽ നിന്ന്.
അപ്പോൾ അവർ തരുന്നൊരു പ്രചോദനം ഉണ്ടല്ലോ, നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ആക്ടറാണെന്ന് അവർ പറയുന്ന സമയത്ത് അപ്പോഴാണ് മോഹങ്ങൾ രണ്ടാമതും തുടങ്ങുക. അന്ന് വേദിയിൽ നിന്ന് സംസാരിച്ച ആൾ കൂടാതെ നമ്മളായിട്ട് നേരിട്ട് ഡയറക്ടർമാർ പറയുന്നത് വീണ്ടും നമുക്കൊപ്പം നടക്കും. അപ്പോൾ എങ്ങനെയപ്പോൾ ഇത് മുന്നോട്ട്, അപ്പോൾ നമ്മൾ ഇവരൊക്കെ വിളിച്ചൊക്കെ നോക്കും, അറിയിക്കാം. അപ്പോൾ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ തുടങ്ങുന്നൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനിടയിൽ എവിടേക്കോ ആരൊക്കെയോ നമ്മളെ വിളിക്കുന്നു, ഇതുപോലെ ഇങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോഴും ഒന്നും ആയിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പോകുന്നു, അത്രയേ ഉള്ളൂ.